വളരെ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള കട്ട്ലറ്റ്സ് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അതിനായി 1 കിലോ മിൻസ്ഡ് ബീഫ്, അത് ചിക്കനോ മട്ടനോ ആവാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് കുരുമുളക്, അത് നമ്മുടെ ഇഷ്ടാനുസരണം ചേർക്കാം, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് നമുക്ക് വേണമെങ്കിൽ പിന്നീടും ചേർക്കാവുന്നതാണ്. സ്റ്റൗ ഓണാക്കിയിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി യോജിപ്പിക്കാം. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ, ഇഷ്ടമുള്ള എണ്ണ ചേർക്കാവുന്നതാണ് കേട്ടോ. 1 കഷ്ണം ഇഞ്ചിയും 3-4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഒരു വലിയ സവാള അതും ചെറുതായി അരിഞ്ഞത്. ഇതെല്ലാം ചോപ്പറിലിട്ട് എളുപ്പത്തിന് ചെയ്യാവുന്നതാണ്. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ച് ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇതിൽ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ഇപ്പോൾ കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർക്കാവുന്നതാണ്. സ്റ്റവ് ഓഫാക്കിയിട്ട് ഇത് കുറച്ച് നേരം ആറാൻ വെക്കുക. അതിനുശേഷം 2 പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് ചേർത്തിളക്കി, ഈ ഉരുളക്കിഴങ്ങ് ഉപ്പിടാതെ വേവിച്ചതാണ് കേട്ടോ, ചേർത്തിളക്കി ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാവുന്നതാണ്. ഈ കൈ കൊണ്ട് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുത്ത് 1-2 മുട്ട അടിച്ച് ഈ കട്ട്ലറ്റ്സ് ഓരോന്നും മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഓരോന്നും എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കാവുന്നതാണ്. നമുക്ക് നല്ല മുരിഞ്ഞ കട്ട്ലറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. Thanks for watching.